ഹലോ കണ്ണപ്പ. കണ്ണപ്പ നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല കേട്ടോ. നമ്മുടെ വിഷയം അതല്ല. കണ്ണപ്പ എത്ര എങ്ങനെയാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കണ്ണപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മൾട്ടി സ്റ്റാർസ്, ഹൈ വാല്യൂ ഉള്ള സ്റ്റാർസൊക്കെ അഭിനയിച്ച പടമാണ്. അക്ഷയ് കുമാർ, മോഹൻലാൽ, പ്രഭാസ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് പടത്തിൻ്റെ ഏകദേശം ബഡ്ജറ്റ് അറിയാലോ. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാവിഷ് പാൻ ഇന്ത്യൻ ഡിവോഷണൽ എപ്പിക്കാണ് സംഭവം. എന്താ വിഷ്ണു മഞ്ചു എന്ന് പറയുന്ന ആളാണ് സ്റ്റാർ ചെയ്തിട്ടുള്ളത്. ക്യാമിയോ അപ്പിയറൻസ് ലാലേട്ടനുണ്ട്, പ്രഭാസ് ഉണ്ട്, അക്ഷയ് കുമാർ ഉണ്ട്. കണ്ടവർക്കൊക്കെ അറിയാലോ കേട്ടോ. വിത്ത് റെക്കോർഡ് സെറ്റിംഗ് ബഡ്ജറ്റ് 200 crores പ്ലസ് ഒരു 20 കോടി മാർക്കറ്റിങ്ങിനും. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? 220 കോടി. അപ്പോൾ എങ്ങനെയാ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതിനകത്ത് അധികം ഫാക്ച്വൽ ഒന്നുമില്ല. നമുക്ക് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സും ഒരു എസ്റ്റിമേറ്റ് കുറവാണ്. കുറേയൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാട്ടാ, വെയിറ്റ് ചെയ്യ്. അപ്പോൾ നമുക്ക് ആദ്യം ഫുൾ കാസ്റ്റ് പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ലീഡ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വിഷ്ണു മച്ചു. ലീഡ് ആക്ട്രസ് എന്ന് പറഞ്ഞാൽ പ്രിട്ടി, പിന്നെ എന്താ പറയുക, പ്രിട്ടി മുകുന്ദൻ, നിമാലി എന്ന് പറഞ്ഞ പിള്ളേർ. ഡയറക്ടർ മുകേഷ് കുമാർ സിംഗ്, സോറി, പ്രൊഡ്യൂസേഴ്സ് മോഹൻ ബാബു, AVA എൻ്റർടൈൻമെൻറ്റ് ആൻഡ് 24 ഫ്രെയിംസ് ഫാക്ടറി. റൈറ്റേഴ്സ് വിഷ്ണു മഞ്ചു, പുരഞ്ചിരി ഗോപാലകൃഷ്ണ, അങ്ങനെ തുടങ്ങിയ കുറച്ച് പേരുണ്ട് കേട്ടോ ഈ പരിപാടിയിൽ. സിനിമോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽഡൻ ചാവ്. എനിക്കറിയില്ല, നമുക്കതിനെക്കുറിച്ച് അറിയണം. അപ്പോൾ നമ്മളിങ്ങനെ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളവർ പറയും ഇവനെ എന്തറിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് ഇരുന്ന് സംസാരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ റിയൽ ഫാക്ട്സ് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്നും അറിയുന്ന കാര്യങ്ങൾ അറിയും എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് മണി ശർമ്മ, സ്റ്റീഫൻ ദേവസി. എഡിറ്റർ ആൻ്റണി. സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ, കാജൽ അഗ്രവാൾ, മോഹൻ ബാബു, അങ്ങനെ ആ നീണ്ട നിരങ്ങനെ പോകുന്നു കാസ്റ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ ഹൗസസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 24 ഫ്രെയിംസ് ഫാക്ടറി, AVA എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 200 കോടിയാണ്. കൺഫേംഡ് ബൈ ട്രേഡ് ആൻഡ് ഫിലിം ഓൺ ടീം. വൺ ഓഫ് ദ ഹയസ്റ്റ് ബഡ്ജറ്റ് ഇൻ തെലുങ്കു, അല്ലെങ്കിൽ മലയാളം, തെലുങ്കു, ഇന്ത്യൻ സിനിമ. സോ ലീഡ് ആക്ടേഴ്സിൻ്റെ റെന്യൂമറേഷൻ വിഷ്ണുവിന് തന്നെ 10 കോടി കൊടുക്കുന്നുണ്ടെന്നാണ് കേട്ടത്. മോഹൻലാലും പ്രഭാസും ഒന്നും മേടിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്നു. അക്ഷയ് കുമാറിന് 8 മുതൽ 10 കോടി വരെയൊക്കെ കൊടുത്തു. കാജൽ അഗർവാളിന് 3 കോടി, ഡയറക്ടർ മുകേഷിന് 2 കോടി, മ്യൂസിക് ഡയറക്ടറിന് 2 കോടി, റൈറ്റേഴ്സിന് 2 കോടി. ലൊക്കേഷൻ ന്യൂസിലാൻഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തകർത്ത് പൊളിച്ചതിന് 25 കോടി. സെറ്റ്സ്, കോസ്റ്റ്യൂംസ്, ടെക്നിക്കൽ അസറ്റ്സ് ഇതെല്ലാം കൂടി, ടെക്നിക്കൽ അസറ്റ്സ് ഇതെല്ലാം കൂടിയിട്ട് ഒരു 35 കോടി. പോസ്റ്റ് പ്രൊഡക്ഷൻ, VFX അങ്ങനത്തെ പരിപാടിയൊക്കെ കൂടിയിട്ട് ഒരു 40 കോടി. ഇത്രയാണ് അത് പൊളിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു 20 കോടിയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലേഴ്സ്, ബാക്കി കാര്യങ്ങൾ ഒക്കെ കൂടിയിട്ട് ഒരു 5 കോടി. പോസ്റ്റേഴ്സ്, കൊളാട്രൽസ് അങ്ങനത്തെ പരിപാടികൾ 1 കോടി. പ്രസ് മീറ്റ്സ്, പെയ്ഡ് ഇൻ്റർവ്യൂസ് 3 കോടി. ഓക്കെ. ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് 4 കോടി. അതായത് ഈ ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അത് ഏകദേശം അവർ എത്ര സ്പെൻഡ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനുള്ള ടൂൾസും ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് PR മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോടിയാണ്. തിയേറ്ററിക്കൽ റിലീസ് ഡേറ്റ് എന്നായിരുന്നു? ജൂൺ 27 ആയിരുന്നു. നമ്പർ ഓഫ് സ്ക്രീൻസ് 3000 സ്ക്രീൻസിലാണ് കേട്ടോ പടം റിലീസായത്. ആൻഡ് ഇൻ ഇന്ത്യ ആൻഡ് 1000 സ്ക്രീൻസ് പുറത്തും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കിടപ്പ് വശം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് മൾട്ടിപ്പിളാണ്. പ്രൊഡ്യൂസേഴ്സ്, റീജിയണൽ പാർട്ട്നേഴ്സ്, ഇൻ്റർനാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കുറേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ലിസ്റ്റ് എടുത്തിട്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വരാം. ഇന്ത്യയിൽ ഗ്രോസ് കളക്ട് ചെയ്തത് 36.65 crores. ഇന്ത്യയിൽ നെറ്റ് കളക്ട് ചെയ്തത് 31.93 crores ആണ്. ഓവർസീസിൽ എല്ലാം കൂടിയിട്ട് ഒരു 5.1 crores. വേൾഡ് വൈഡ് ഗ്രോസ് 41.75 crores ആണ് കേട്ടോ. തിയേറ്ററിക്കൽ ഷെയർ അതിനകത്ത് പോയിട്ടുള്ളത് 18 കോടിയാണ്. ആഫ്റ്റർ എക്സിബിറ്റേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ഡിഡക്ഷൻ, ടാക്സ് ഡിഡക്ഷൻസ് ഇത്രയും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 കോടിയുടെ അടുത്ത് വരും. പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 കോടി.
ഓക്കെ. ഒ ടി ടി പ്ലാറ്റ്ഫോം ആമസോൺ ഓൾറെഡി എടുത്തുന്നുള്ളത് കൺഫേംഡ് ആണ്. പോസ്റ്റ് റിലീസ് ഒ ടി ടി റൈറ്റ്സ് ഒരു 60 കോടിക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ. അതേപോലെ സാറ്റലൈറ്റ് ടി വി റൈറ്റ്സ് ഒരു 20 കോടിക്കും, അതായത് എസ്റ്റിമേറ്റ് ആണ് ഇൻക്ലൂഡിങ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. ഓക്കെ. ഓഡിയോ മ്യൂസിക് റൈറ്റ്സ് 8 crores മൾട്ടി ലാംഗ്വേജ്. എക്സ്പെക്റ്റേഷൻ ഫോർ ബിഗ് ഡിവോഷണൽ എപ്പിക്കാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു 8 കോടി എന്ന് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് വരെയുള്ളതാണ് കേട്ടോ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വരെ 41,75,00,000 പ്ലസ് ഒരു 60 കോടി ഒ ടി ടി, ഒരു 20 കോടി സാറ്റലൈറ്റ്, ഒരു 8 കോടി മ്യൂസിക്. അപ്പോൾ ടോട്ടൽ 129.7 crores ടോട്ടൽ ഇൻകം നമുക്ക് എക്സ്പെക്റ്റഡ്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ പ്ലസ് ടാക്സസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് എന്താ പറയുക, ടോട്ടൽ എക്സ്പെൻസസ് എങ്ങനെയാണ് വരുന്നത് അല്ല, സോറി കേട്ടോ, ഞാൻ ചെറിയൊന്ന് കൺഫ്യൂഷനായി. ഇതിനകത്ത് ഞാൻ എഴുതി വെച്ച അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 200 കോടി പ്ലസ് 20 കോടി മാർക്കറ്റിംഗ്, 10 കോടി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടാക്സസ്. അതേപോലെ ടോട്ടൽ 230 കോടിയുടെ അടുത്ത് ഇവർക്ക് ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 100,25,00,000 ലോസാണ് ഈ പടം വരുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ റെക്കോർഡ് ബഡ്ജറ്റാണ്, റെക്കോർഡ് പൊട്ടലാണ് പൊട്ടിയിട്ടുള്ളത്. ഇതാണ് എനിക്കുള്ള അറിവ്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് രണ്ടാമതൊരു വീഡിയോ കൂടി ഇടാം. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണല്ലോ വീഡിയോ ഇടാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് അടുത്തൊരു മൂവി ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.